സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 10th സ്റ്റാൻഡേർഡിൻ്റെ ഗന്ധം എന്ന ഭാഗവും രുചി അറിയുന്നത് എങ്ങനെയെന്നുള്ള ഭാഗവുമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ രേഖപ്പെടുത്തണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഗന്ധം. കണ്ണ്, ചെവി എന്നിവ സംവേദനങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ദ്രിയങ്ങളിൽ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ടവയവങ്ങളാണ് നാക്കും മൂക്കും. യഥാക്രമം രുചി, ഗന്ധം എന്നിവ തിരിച്ചറിയാൻ ഇവ സഹായിക്കുന്നു. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ? നാവ് രുചി അറിയാനും മൂക്ക് ഗന്ധം അറിയാനും നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കുന്നത് ഗന്ധം അറിയുന്നത് എങ്ങനെയെന്നുള്ള സ്റ്റെപ്പാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക, സിമ്പിളാണ്. കണ്ണോ ചെവിയോ പഠിച്ച പോലെ നമുക്കിതിൽ വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. നോക്കിക്കോളൂ, നിങ്ങൾ ശ്വാസം വലിച്ചു, ഒന്നുള്ളിലേക്ക് ബ്രീത്ത് ഇൻ ചെയ്തേ. എല്ലാവരും ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു വിട്ടോട്ടോ, ഇല്ലെങ്കിൽ ചത്തുപോകും. ഓക്കെ, അപ്പോൾ റിലീസ് ചെയ്യാം. നിങ്ങൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് വായുവിലടങ്ങിയിരിക്കുന്ന ഗന്ധകണികകൾ നിങ്ങളുടെ മൂക്കിനകത്തേക്ക് കയറുന്നുണ്ട് അല്ലേ? അതായത് വായുവിൽ ധാരാളം എന്തൊക്കെയോ കണികകളുണ്ട്. അതിൽ കുറേ ഗന്ധകണികകളും ഉണ്ട്, അതായത് മണത്തിന് കാരണമാകുന്ന കുറേ കണികകളും ഉണ്ട്. ഇത് നിങ്ങളുടെ മൂക്കിനകത്തേക്ക് കയറും. മൂക്കിനകത്ത് ശ്ലേഷ്മസ്തരമുണ്ട്. നിങ്ങളുടെ മൂക്കിൻ്റെ ഉൾഭാഗത്തുള്ള ലിറ്റിൽ ബിറ്റ് വഴുവഴുപ്പുള്ള ഒരു സ്ഥലമാണ് ഏത്? ശ്ലേഷ്മസ്തരം. ഈ ശ്ലേഷ്മസ്തരം ശ്ലേഷ്മത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ശ്ലേഷ്മസ്തരത്തോട് ചേർന്ന് കുറേയധികം ന്യൂറോണുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അവയാണ് ഗന്ധഗ്രാഹികളായ ന്യൂറോണുകൾ. ഈ ന്യൂറോൺ ഇതൊക്കെ സെൻസ് ചെയ്യും. ഓക്കെ, അതായത് ഗന്ധകണികകൾ മൂക്കിനകത്തേക്ക് കടക്കും. അത് ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽ ലയിക്കും. ശ്ലേഷ്മത്തിൽ ലയിച്ചത് നേരെ എങ്ങോട്ടേക്ക് എത്തിച്ചേരും? ഗന്ധഗ്രാഹികളായ ന്യൂറോണുകളിലേക്ക് എത്തിച്ചേരും. ആ ന്യൂറോണുകളിൽ നിന്ന് ഗന്ധനാഡികളുടെ കൂട്ടം വഴി ഇതെങ്ങോട്ട് പോവും? ബ്രെയിനിലേക്ക് പോവും. ആവേഗങ്ങൾ ബ്രെയിനിലേക്ക് പോവും. അങ്ങനെ നിങ്ങൾ എന്തറിയും? ഗന്ധമറിയും. തീർന്ന സംഭവം. ഇത്രയേ ഉള്ളൂ. നമ്മൾ കണ്ണ് പഠിച്ചതുപോലെയോ ചെവി പഠിച്ച പോലെയോ നമുക്ക് പഠിക്കാനില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്കതൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വായിക്കാം. ശ്വസിക്കുമ്പോൾ ഗന്ധകണികകൾ നാസാഗഹ്വരത്തിൽ പ്രവേശിക്കുന്നു. ഓക്കെ, നാസാഗഹ്വരം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്കറിയാം അല്ലേ? ആദ്യം നമുക്ക് എന്താ പറയുക, നാസാരന്ധ്രങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 9th അല്ലേ? നാസാരന്ധ്രങ്ങളുണ്ടെന്ന് അറിയാം. നാസാരന്ധ്രങ്ങൾ കഴിഞ്ഞ മൂക്കിൻ്റെ ഉൾഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? നാസാഗഹ്വരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗന്ധകണികകൾ എവിടെ എത്തി? മൂക്കിൻ്റെ ഉള്ളിലെത്തി എന്ന് പറഞ്ഞാൽ നാസാഗഹ്വരത്തിലെത്തി. ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽ ലയിച്ചു. ഓക്കെ, ലയിക്കുന്നു. ശ്ലേഷ്മസ്തരത്തിലെ ദശലക്ഷക്കണക്കിന് ഗന്ധഗ്രാഹികളായ ന്യൂറോണുകൾ ഓരോന്നും പ്രത്യേകതരം ഗന്ധകണികകളാൽ ഉദ്ദീപിക്കപ്പെടുന്നു. പലതരത്തിലുള്ള ഗന്ധഗ്രാഹികളുണ്ട് അവിടെ. അപ്പോൾ പലതരത്തിലുള്ള ഗന്ധമാണ് നമ്മൾ ചില സമയത്ത് മനസ്സിലാക്കുന്നത് അല്ലേ? ഇപ്പോൾ ചന്ദനത്തിരിയുടെ മണം നമ്മൾ ശ്വസിച്ചു, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു മുല്ലപ്പൂവിൻ്റെ മണമായിരിക്കും നമുക്കറിയുന്നത്. അപ്പോൾ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഓരോന്നും പ്രത്യേകതരം ഗന്ധകണികകളാൽ, ഓരോ ന്യൂറോണുകളും പ്രത്യേകതരം ഗന്ധകണികകളാൽ ഉദ്ദീപിപ്പിക്കപ്പെടും. ഗ്രാഹികളിൽ ആവേഗങ്ങളുണ്ടാകും. അവ ഗന്ധനാഡിയിലൂടെ മസ്തിഷ്കത്തിലെ ഗന്ധം തിരിച്ചറിയുന്ന ഭാഗത്തേക്കെത്തും. അങ്ങനെ നിങ്ങൾക്ക് എന്തറിയാൻ വേണ്ടി പറ്റും? ഗന്ധം അനുഭവവേദ്യമാകും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടുകളെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഫ്ലോ ചാർട്ടുകളാണ് പലപ്പോഴും എക്സാമിന് വന്ന് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലോ ചാർട്ടും അത് നിങ്ങൾക്ക് തോന്നും, ജസ്റ്റ് നോക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നും, എങ്കിലും അവയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഗന്ധകണിക വന്നു, അതായത് നിങ്ങളുടെ മൂക്കിനകത്തേക്ക് ഗന്ധകണിക വന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത് ശ്ലേഷ്മസ്തരമാണ്. അതെന്ത് ചെയ്തു? ശ്ലേഷ്മം പ്രൊഡ്യൂസ് ചെയ്തു. ആ ശ്ലേഷ്മത്തിൽ ആര് ലയിച്ചു? ഗന്ധകണിക ലയിച്ചു. പിന്നീട് ഗന്ധഗ്രാഹി ഉദ്ദീപിപ്പിക്കപ്പെട്ടു. ഗന്ധനാഡി ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നു. ദെൻ മസ്തിഷ്കം ഗന്ധം എന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നു. ഇതാണ് ഫ്ലോ ചാർട്ട്. എക്സ്ട്രാ ഒന്നും പറയാനില്ല. ഓക്കെ, ഗന്ധകണിക, ശ്ലേഷ്മസ്തരം, ഗന്ധഗ്രാഹി, ഗന്ധനാഡി, അതുപോലെ മസ്തിഷ്കം. നിങ്ങൾക്ക് അങ്ങനെ എന്തുണ്ടാവും? ഗന്ധം എന്ന അനുഭവം ഉണ്ടാകുന്നു. ഒന്നും എക്സ്ട്രാ പറയുന്നില്ല മക്കളെ, വെറുതെ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയാന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇനി അതിലൊന്നും കൂടുതൽ പറയാനില്ല. കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ട്. ആ സൂചകങ്ങളുടെ ആൻസർ നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു പോവാം. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വായിച്ചു പോവാം.
ശ്ലേഷ്മസ്തരത്തിൻ്റെ പങ്ക്, ഒന്നാമത്തെ സൂചകം എന്ന് പറയുന്നത് ശ്ലേഷ്മസ്തരത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം നോക്കാം. ഫസ്റ്റ് പോയിന്റ്, നാസാഗഹ്വരത്തിലെ ശ്ലേഷ്മസ്തരം ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽ ഗന്ധകണികകൾ ലയിക്കുന്നു. ഇത് ഗന്ധകണികകൾക്ക് ഗന്ധഗ്രാഹികളുമായി സമ്പർക്കത്തിൽ വരാനും അവയെ ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്നു. ഓക്കെ, അതായത് ശ്ലേഷ്മസ്തരം ശ്ലേഷ്മം പ്രൊഡ്യൂസ് ചെയ്തു, അതിലെന്ത് ലയിച്ചു? ഗന്ധകണികകൾ ലയിച്ചു. ഇത് ഗന്ധകണികൾക്ക് എന്തിന് സഹായകമാകും? ഗന്ധഗ്രാഹികളുമായി സമ്പർക്കത്തിൽ വരാനും അവയെ ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്നു. കഴിഞ്ഞു. ദെൻ ഗന്ധഗ്രാഹികളുടെ സവിശേഷതകൾ, രണ്ടാമത്തെ സൂചകം. എന്തൊക്കെയാണ് ഗന്ധഗ്രാഹികളുടെ പ്രത്യേകത? ശ്ലേഷ്മസ്തരത്തിൽ ദശലക്ഷക്കണക്കിന് ഗന്ധഗ്രാഹികളായ ന്യൂറോണുകളുണ്ട്, ധാരാളമുണ്ട്. ഓക്കെ, ഓരോ ന്യൂറോണും പ്രത്യേകതരം ഗന്ധകണികകളാൽ മാത്രമാണ് ഉദ്ദീപിക്കപ്പെടുന്നത്. ഓക്കെ, അതിന് ഉദ്ദീപനം ഉണ്ടാവണമെങ്കിൽ ഓരോന്നും ഓരോ ഗന്ധകണികളിൽ ഓരോ പ്രത്യേകതരം ഗന്ധകണികകൾ വരുമ്പോൾ മാത്രമാണ് ഉദ്ദീപിക്കപ്പെടുന്നത്. ഇത് വിവിധതരം ഗന്ധങ്ങളെ വേർതിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നു. മനസ്സിലായോ? പലതരത്തിലുള്ള ഗന്ധഗ്രാഹികൾ ഉള്ളത് കൊണ്ടാണ് മക്കളെ നിങ്ങൾക്ക് പല തരത്തിലുള്ള മണങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നത്, ഗന്ധങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സൂചകം, ആവേഗങ്ങളും മസ്തിഷ്കവും. ഗന്ധകണികകളാൽ ഉദ്ദീപിപ്പിക്കപ്പെടുമ്പോൾ ഗ്രാഹികളിൽ ആവേഗങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്കറിയാം, ഗന്ധകണികകൾ വന്നു, ഉദ്ദീപനമുണ്ടായി, ഉദ്ദീപനത്തിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? ആവേഗങ്ങൾ ഉണ്ടാകുന്നു. ഈ ആവേഗങ്ങൾ ഗന്ധനാഡിയിലൂടെ സഞ്ചരിച്ച് മസ്തിഷ്കത്തിലെ ഗന്ധം തിരിച്ചറിയുന്ന ഭാഗത്തെത്തും. സെറിബ്രം തന്നെയാണ് കേട്ടോ ഗന്ധം തിരിച്ചറിയുന്ന ഭാഗം എന്ന് പറയുന്നത്. എല്ലാ സെൻസ് ഓർഗൻസും തിരിച്ചറിയുന്നത് സെറിബ്രാണ്. ഓക്കെ, അല്ലെ ശരീര തുലനനില പാലനം എന്ന് പറയുന്ന ഒരു സെൻസ് അല്ല. അതുകൊണ്ടാണ് അത് ആ ഡ്യൂട്ടി ആരെ ഏറ്റെടുത്തത്? സെറിബെല്ല ഏറ്റെടുത്തത്. അല്ലാതെ എല്ലാ സെൻസും തിരിച്ചറിയുന്ന ആരാണ്? സെറിബ്രം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗന്ധകണികകൾ ഉദ്ദീപിപ്പിക്കപ്പെട്ടു, ഗ്രാഹികളിൽ ആവേഗങ്ങൾ ഉണ്ടായി, ആവേഗങ്ങൾ ഗന്ധനാഡിയിലൂടെ സഞ്ചരിച്ചു, മസ്തിഷ്കത്തിലെ ഗന്ധം തിരിച്ചറിയുന്ന ഭാഗത്തേക്കെത്തി. അങ്ങനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി? ഗന്ധം അനുഭവിക്കാൻ പറ്റി. അതായത് ഗന്ധം അനുഭവവേദ്യമായി. മനസ്സിലായല്ലോ? എക്സ്ട്രാ ഒന്നും പറയാനില്ല മക്കളെ, എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല അവിടെ. അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് രുചി. ഇവിടെയും അങ്ങനെ തന്നെയാണ്, ഒരുപാട് എക്സ്പ്ലനേഷനൊന്നും വേണ്ട, കോംപ്ലിക്കേറ്റഡ് അല്ല. നോക്കാം. രുചിക്കുന്നതിന് മുന്നേ തന്നെ ഭക്ഷണത്തിൻ്റെ ഗന്ധം തിരിച്ചറിയുന്നതിലൂടെ വൈവിധ്യമാർന്ന രുചികൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതാ ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിക്കാൻ പോവുക, ആ സ്മെല്ലങ്ങ് വരൂലേ അപ്പോഴത്തേക്ക്, അല്ലേ? അപ്പോൾ ആ സ്മെല്ല് തന്നെ നമുക്ക് ആ ഫുഡിനോടുള്ള എന്താ പറയുക, ആ ഫുഡിനോട് ഒരു ആക്രാന്തം തോന്നാൻ കാരണമാവും, അല്ലേ? ആ മണം നമ്മളെ വല്ലാതെ അങ്ങ് അട്രാക്റ്റ് ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, അത് ബിരിയാണി തന്നെ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഡിപ്പെൻസ്, ഓരോരാൾക്കും ഓരോ ഫുഡായിരിക്കും, അല്ലേ? അപ്പോൾ ആ ഫുഡിനോടുള്ള നമ്മുടെ ഒരു ക്രേസ് കൂട്ടാൻ ആർക്കും സഹായിക്കും? നമ്മുടെ മൂക്കിന് സഹായിക്കും, നമ്മുടെ ഗന്ധങ്ങൾക്ക് സഹായിക്കും. ഓക്കെ, ഭക്ഷണത്തിൻ്റെ സ്വാഭാവിക രുചികൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നത് രുചിമുകുളങ്ങളാണ്. ഈ രുചിമുകുളങ്ങൾ ഭക്ഷണം ആസ്വദിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഓക്കെ, നിങ്ങളെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആരാണ്? ടേസ്റ്റ് ബഡ്സ് ആണ്, രുചിമുകുളങ്ങളാണ്. ഈ രുചിമുകുളങ്ങളാണ് ഭക്ഷണം ആസ്വദിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. ഇനി ഒരു കാര്യം അവിടെ പ്രത്യേകം നോട്ട് ചെയ്യുക, കൃത്രിമ അഡിക്റ്റീവുകളോ ദോഷകരമായ വസ്തുക്കളോ നൽകുന്ന രുചിയേക്കാൾ പ്രകൃതിദത്ത ചേരുവകൾ ചേരുന്ന രുചികരമായ ഭക്ഷണമാണ് സുരക്ഷിതവും ആരോഗ്യകരവും. എക്സാമിന് പഠിക്കുക എന്നതിലുപരി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നത്. എന്താ? നമുക്ക് എല്ലാവർക്കും ഹോട്ടൽ ഫുഡ് ഇഷ്ടമായിരിക്കും, ഹോട്ടൽ ഫുഡ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഉണ്ടാവില്ലെന്ന് തന്നെ പറയാം, അല്ലേ? അവിടെ നിന്ന് കഴിക്കുമ്പോൾ മാത്രം ഫുഡിന് ഇത്ര ടേസ്റ്റ്, അല്ലേ? അതിനർത്ഥം എന്താ? അതിലെന്തൊക്കെയോ പ്രിസർവേറ്റീവ്സ്, എന്തൊക്കെയോ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടെന്നാ. പക്ഷെ എങ്കിലും നമുക്കത് ഇഷ്ടമാണ്, അല്ലേ? പക്ഷേ അതാണ് പറയുന്നത്, ടേസ്റ്റ് മാത്രം കണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. നമ്മുടെ ആരോഗ്യവും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത് എന്താണ്? നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന നല്ല ഫുഡ് ഐറ്റം, അതായത് നമുക്ക് ലഭ്യമാകുന്ന, പറ്റുമെങ്കിൽ നമ്മൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യം എന്തുമാത്രമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ, വിട്ടോ? ഇനി അത് വിട്ടോ? ഇനി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു നാവ്, നമ്മുടെ നാവിൻ്റെ ചിത്രം.
നിങ്ങളിപ്പോൾ ഇത് വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അധികം ബിസി അല്ലെങ്കിൽ, അതായത് ഇപ്പം ഇത് തീർക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഇല്ലെങ്കിൽ, ഒന്ന് എഴുന്നേറ്റ് പോയി വീട്ടിലുള്ള ആ കണ്ണാടിയിലൊന്ന് നിങ്ങളുടെ നാവ് നീട്ടി നോക്കിയേ. നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ നാവിൽ ധാരാളം ചെറിയ തരികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ചെറിയ ചെറിയ തരികളെ, ആ റൗണ്ട് സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് മക്കളെ പാപ്പില്ല. എന്തെന്ന്? പാപ്പില്ല. എന്തെന്ന്? പാപ്പില്ല. ഓക്കെ, അപ്പം നാവിലെ ചെറിയ ആ റൗണ്ട് സ്ട്രക്ചർ, ആ ചെറിയ തരികൾ പോലുള്ള ഭാഗമാണ് ഏത്? പാപ്പില്ല. പാപ്പില്ലകൾക്കകത്ത് എന്ത് കാണപ്പെടുന്നു? രുചിമുകുളങ്ങൾ കാണപ്പെടുന്നു. ഈ രുചിമുകുളങ്ങൾക്ക് അകത്താണ് ആരുള്ളത്? അതായത് അതിനകത്താണ് ആരുള്ളത്? നമ്മുടെ ഗ്രാഹികളുള്ളത്, അല്ലെ ന്യൂറോണുകളുള്ളത്. അതുകൊണ്ട് തന്നെ രാസഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കപ്പെടുകയും നമുക്ക് രുചി എന്ന അനുഭവം സാധ്യമാവുകയും ചെയ്യും. ഇതാണ് ഏറ്റവും ബേസ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഒരു രുചിമുകുളത്തിൽ 100ഓളം രാസഗ്രാഹികൾ ഉണ്ടാകും. നിങ്ങൾക്കറിയാം, എന്താ പാപ്പില്ലകൾക്കകത്താണ് എന്തുള്ളത്? രുചിമുകുളമുള്ളത്. മനസ്സിലുറപ്പിക്കണേ. നാവിൽ ധാരാളം പാപ്പില്ലകളുണ്ട്. പാപ്പില്ലകൾക്കകത്താണ് എന്ത് കാണുന്നത്? രുചിമുകുളങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരു രുചിമുകുളത്തിൽ 100ഓളം രാസഗ്രാഹികൾ ഉണ്ടാകും. ധാരാളം രാസഗ്രാഹികൾ ഉണ്ടാവും. ഓരോ രാസഗ്രാഹിയിൽ നിന്നും ഓരോ മൈക്രോവില്ലസ് പാപ്പില്ലകളിലെ സൂക്ഷ്മ സുഷിരത്തിലേക്ക് എത്തും. അതായത് ഓരോ രാസഗ്രാഹിയിൽ നിന്നും ഒരു മൈക്രോവില്ലസിൻ്റെയും പാപ്പില്ലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഈ സുഷിരത്തിലൂടെ ഉമിനീരുള്ളിലേക്ക് കയറിപ്പോവും. മക്കളെ, ഉമിനീരിൽ ലയിച്ചാലേ നിങ്ങൾക്ക് ടേസ്റ്റ് അറിയാൻ പറ്റൂ. ഈ രസത്തിന് കാരണമാകുന്ന, അതായത് രുചിക്ക് കാരണമാകുന്ന കണികകൾ എവിടെ ലയിക്കണം? നിങ്ങളുടെ ഉമിനീരിൽ ലയിക്കണം. നിങ്ങൾക്കറിയാം, ഭക്ഷണം നിങ്ങൾ ചവച്ചരക്കുന്ന സമയത്ത് ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീര് നന്നായിട്ട് എങ്ങോട്ട് കലരുന്നുണ്ട്? നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് കലരുന്നുണ്ടെന്ന് നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം നോക്കിക്കോളൂ, ഒന്നുകൂടെ പറയാം നമുക്ക്. ഒരു രുചിമുകുളത്തിൽ 100ഓളം എന്തുണ്ട്? രാസഗ്രാഹികളുണ്ട്. ഓരോ രാസഗ്രാഹികളിൽ നിന്നും ഓരോ മൈക്രോവില്ലസ് പാപ്പില്ലുകളിലെ സൂക്ഷ്മ സുഷിരത്തിലേക്ക് എത്തും. അതായത് ഓരോ രാസഗ്രാഹിയിൽ നിന്നും ഒരു മൈക്രോവില്ലസ് എങ്ങോട്ട് എത്തുന്നുണ്ട്? നമ്മുടെ പാപ്പില്ലയിലെ സൂക്ഷ്മ സുഷിരത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ സുഷിരത്തിലൂടെ ആരുള്ളിലേക്ക് കടക്കുന്നു? ഉമിനീരുള്ളിലേക്ക് കടക്കും. രുചി അറിയേണ്ട പദാർത്ഥങ്ങൾ ഉമിനീരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ലയിച്ചിട്ടുണ്ട്. അവരെന്തിനെ ഉദ്ദീപിപ്പിക്കും? രാസഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കും. മക്കളെ കിട്ടണേ, ഈ പറയുന്നത് കിട്ടണം. ഒന്നുകൂടെ പറയാം. ഒരു രുചിമുകുളത്തിൽ ധാരാളം രാസഗ്രാഹികൾ. ഈ രാസഗ്രാഹിൻ്റെ ഉള്ളിൽ ഓരോ മൈക്രോവില്ലസ് പാപ്പില്ലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഒരു മൈക്രോവില്ലസ് പാപ്പില്ലയിലെ സൂക്ഷ്മ സുഷിരത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ സൂക്ഷ്മ സുഷിരത്തിലേക്ക് ആരും വന്നു? ഉമിനീര് വന്നു. രുചി അറിയേണ്ട പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ പിന്നെ രുചിക്ക് കാരണമാകുന്ന പദാർത്ഥങ്ങൾ എവിടെ ലയിച്ചു? ഉമിനീരിൽ ലയിച്ചു. രാസഗ്രാഹികൾ എന്ത് ചെയ്തു? ഉദ്ദീപിപ്പിക്കപ്പെട്ടു. ഈ തന്മാത്രകൾ രാസഗ്രാഹികളിൽ ആവേഗങ്ങൾ ഉണ്ടാക്കും. ഈ ആവേഗങ്ങൾ നാഡി വഴി മസ്തിഷ്ക ത്തി നിങ്ങൾക്ക് എന്തറിയും? രുചി അറിയും. നമ്മൾ ഫ്ലോ ചാർട്ട് പോലെ പറയും. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും നമ്മളൊന്ന് ക്രോഡീകരിക്കും, പേടിക്കേണ്ട കേട്ടോ. ഇനി നമുക്ക് അറിയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട രുചികളെ കുറിച്ച് ഞാനൊന്ന് പറയാം. മധുരം, പുളിപ്പ്, ഉപ്പ്, ചവർപ്പ്, കയ്പ്പ്, ഉമാമി എന്നിവയാണ് നാം തിരിച്ചറിയുന്ന പ്രധാന രുചികൾ. എന്തൊക്കെയാണ്? ഒന്നുകൂടെ പറയാം, ഇത് പഠിക്കണേ. മധുരം, പുളിപ്പ്, ഉപ്പ്, ചവർപ്പ്, കയ്പ്പ്, ഉമാമി. അപ്പം നിങ്ങൾ ചിലപ്പം ചോദിക്കും, ടീച്ചർ ഈ എരിവ് എന്താണോ മക്കളെ? ഒരു രുചിയാണോ എരിവ്? രുചിയാണോ എരിവ്? അല്ല, അത് ഒരു രുചിയല്ല. അതിന് പകരം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഈ മുളക് പോലത്തെ മുളക് പോലുള്ള സാധനങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ വായ്ക്കകത്ത് അതിലുള്ള ക്യാപ്സസിൻ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ വായ്ക്കകത്ത് ഒരു പുകച്ചിലുണ്ടാക്കും. ആ പുകച്ചിലാണ് നിങ്ങൾ എരിവായിട്ട് പറയുന്നത്. പറഞ്ഞത് മനസ്സിലായോ? അതായത് പറങ്കിയ പോലുള്ള ഭക്ഷണ സാധനങ്ങൾ, നമ്മുടെ പച്ചക്കറി ഐറ്റംസ് നമ്മൾ കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എരിവുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ആക്ച്വലി സംഭവിക്കുന്ന കാര്യം എന്താ? ആ എരിവുള്ള ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ, പ്രത്യേകിച്ചും ക്യാപ്സസിൻ പോലുള്ള സാധനങ്ങൾ നമ്മുടെ നാവിൽ, നമ്മുടെ വായുടെ ഉൾഭാഗത്ത് പുകച്ചിലുണ്ടാക്കും. ഈ പുകച്ചിലാണ് നമ്മൾ എരിവ് എന്ന് സെൻസ് ചെയ്ത് പറയുന്നത്. മനസ്സിലായല്ലോ? അല്ലാതെ എരിവെന്തല്ല, ഒരു രുചിയല്ല. ഓക്കെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ മറ്റേത് ഭാഗത്തും ഈ പറങ്കി അരച്ച് തേച്ച് കഴിഞ്ഞാൽ, മുളകരച്ച് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുകയും. ആ പുകച്ചൽ വായിലാവുമ്പോൾ നമ്മൾ അതിനെന്ത് വിളിച്ചു? എരിവ് എന്ന് വിളിച്ചു. അത്രയേ ഉള്ളൂ. അപ്പം മനസ്സിലാക്കുക, എന്തല്ല, എരിവ് എന്ന് പറയുന്നത് ഒരു രുചിയല്ല. പ്രധാനപ്പെട്ട നമ്മുടെ രുചികൾ ഏതൊക്കെയാണ്? മധുരം, പുളിപ്പ്, ഉപ്പ്, ചവർപ്പ്, കയ്പ്പ്, ഉമാമി എന്നിവയാണ് നാം തിരിച്ചറിയുന്ന പ്രധാനപ്പെട്ട രുചികൾ.
ക്ലിയർ ആണല്ലോ. ഇനി സൂചകങ്ങൾ പഴയ പോലെ സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട്, സ്പീഡിലാണേ പറയുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. നാക്കിലെ പാപ്പില്ലകൾ നോക്കിക്കോളൂ. ഒന്നാമത്താണ് നാക്കിലെ പാപ്പില്ലകൾ. നമ്മുടെ നാവിൽ കാണുന്ന ചെറിയ മുഴകളാണ് പാപ്പില്ലകൾ. ഓക്കെ, ചെറിയ തരികളാണ് പാപ്പില്ലകൾ. ഈ പാപ്പില്ലകളിലാണ് രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന രുചിമുകുളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പാപ്പില്ലകൾക്ക് വ്യത്യസ്ത ആകൃതിയും വലുപ്പവുമുണ്ട്. കഴിഞ്ഞു. നാക്കിലെ പാപ്പില്ലിനെ കുറിച്ച് ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. നെക്സ്റ്റ്, രുചിമുകുളങ്ങളുടെ സ്ഥാനം. എവിടെയാണ് രുചിമുകുളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്? നോക്കിക്കോളൂ, രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നാക്കിലെ പാപ്പില്ലകൾക്കുള്ളിലാണ് രുചിമുകുളങ്ങൾ കാണപ്പെടുന്നത്. ഒരു രുചിമുകുളത്തിൽ ഏകദേശം 100ഓളം രാസഗ്രാഹികൾ അടങ്ങിയിരിക്കുന്നു. ഈ രാസഗ്രാഹികളാണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ രാസവസ്തുക്കളെ തിരിച്ചറിഞ്ഞ് രുചി എന്ന അനുഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ രുചിമുകുളങ്ങൾ കാണുന്നത് എവിടെയാണ്? നാക്കിലെ പാപ്പില്ലകൾക്കുള്ളിൽ. ഒരു രുചിമുകുളത്തിൽ എത്ര രാസഗ്രാഹികൾ അടങ്ങിയിരിക്കുന്നു? ഏകദേശം 100ഓളം രാസഗ്രാഹികൾ അടങ്ങിയിരിക്കുന്നു. ഈ രാസഗ്രാഹികളാണ് എന്ത് ചെയ്യുന്നത്? നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ രാസവസ്തുക്കളെ തിരിച്ചറിയുകയും രുചി എന്ന അനുഭവം നമുക്ക് തരികയും ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ സൂചകം, രാസഗ്രാഹികളും രുചികളും നമുക്ക് നോക്കാം. ഓരോ രാസഗ്രാഹിയിൽ നിന്നും ഓരോ മൈക്രോവില്ലസ് പാപ്പില്ലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളിലേക്ക് എത്തുന്നു. ഈ രാസഗ്രാഹികളാണ് മധുരം, പുളിപ്പ്, ഉപ്പ്, ചവർപ്പ്, കയ്പ്, ഉമാമി എന്നിങ്ങനെയുള്ള 6 പ്രധാന രുചികളെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നത്. മനസ്സിലായല്ലോ? ഓരോ രാസഗ്രാഹിയിൽ നിന്നും ഓരോ മൈക്രോവില്ലസ് പാപ്പില്ലകളിലെ സൂക്ഷ്മ സുഷിരത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ രാസഗ്രാഹികളാണ് ഈ പറഞ്ഞ പോലത്തെ ടേസ്റ്റ് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത്. പ്രധാനമായും 6 രുചികളാണ് നമുക്കുള്ളത്. ഈ രുചികളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ആരാണ്? ഈ രാസഗ്രാഹികളാണ്. കിട്ടിയല്ലോ? ഇനി അടുത്ത ചോദ്യം, അടുത്ത സൂചകം, ഉമിനീരും രുചി എന്ന അനുഭവവും. ഉമിനീരില്ലാണ്ട് നിങ്ങൾക്ക് രുചി അറിയാൻ പറ്റുമോ? ഇല്ല. നോക്കിക്കോളൂ. രുചി എന്ന അനുഭവത്തിൽ ഉമിനീരിന് നിർണായകമായ പങ്കുണ്ട്. നാം കഴിക്കുന്ന വസ്തുക്കൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരുമായി കലരുമ്പോൾ ഭക്ഷണത്തിലെ രാസവസ്തുക്കൾ ഉമിനീരിൽ ലയിക്കുന്നു. നിങ്ങൾ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് ഇത് ഉമിനീരുമായി കലരുമ്പോൾ ഭക്ഷണത്തിലെ രാസവസ്തുക്കൾ എവിടെ ലയിച്ചു? ഉമിനീരിൽ ലയിച്ചു. ഇങ്ങനെ ലയിക്കുന്ന തന്മാത്രകൾ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ രുചിമുകുളങ്ങളുടെ ഉള്ളിലേക്കെത്തും. രുചിമുകുളങ്ങളുടെ ഉള്ളിലെത്തി രാസഗ്രാഹികളെ ഉത്തേജിപ്പിക്കും. ഈ ഉത്തേജനം നാഡികളിലൂടെ എങ്ങോട്ട് പാസ് ചെയ്യും? തലച്ചോറിലേക്ക് എത്തും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടും? രുചി എന്ന അനുഭവം ഉണ്ടാകുന്നു. നമ്മുടെ സൂചകങ്ങൾ കഴിഞ്ഞു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സാം ഓറിയൻറ്റഡ് അല്ല, നിങ്ങളുടെ ലൈഫ് ഓറിയൻറ്റഡ് ആണ്. നിങ്ങളുടെ ജീവിതത്തിനും ഈ പറയുന്ന സാധനം ബാധകമാണ്. നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കൃത്രിമ അഡിറ്റീവുകളോ ദോഷകരമായ വസ്തുക്കളോ ചേർക്കാത്ത പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണമാണ് സുരക്ഷിതവും ആരോഗ്യകരവും. ഇത് മനസ്സിലേക്കെടുക്കുക. ഓക്കെ, നമ്മുടെ ലൈഫിൽ പറ്റുമെങ്കിൽ മാക്സിമം പ്രാക്ടിക്കലാക്കാൻ നോക്കുക. ഓക്കെ, ബയോളജി പഠിക്കുന്നത് കേവലം മാർക്ക് വാങ്ങാൻ മാത്രമല്ല, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ, മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും സഹായകമാകും നിങ്ങളിപ്പോൾ അക്വയർ ചെയ്യുന്ന ഓരോ അറിവും. അപ്പോൾ ഇത് മനസ്സിൽ വെക്കുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് തീരുകയാണ്. നോക്കിക്കോളൂ, ഗ്രാഹികളും അനുഭവങ്ങളും. നമ്മുടെ ഗ്രാഹികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഗന്ധവും പിന്നെ രുചിയും, ഇത്രേ പറയുന്നുള്ളൂ കേട്ടോ. ഇതിൽ നോക്കിക്കോളൂ, 3 കോളം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ പ്രക്രിയ എന്ന് കൊടുത്തു, രണ്ടാമത്തേത് ഗന്ധം, രുചി. ആദ്യം നടക്കുന്ന പ്രവർത്തനം പദാർത്ഥങ്ങൾ ലയിക്കുന്ന ദ്രവം. ആദ്യം എന്താ ചെയ്യുന്നു? പദാർത്ഥങ്ങൾ ലയിക്കണം. ഗന്ധകണികകളായാലും അതുപോലെ ടേസ്റ്റിന് കാരണമാകുന്ന രാസകണികകളായാലും അവ ലയിക്കണം. ലയിക്കാൻ സഹായിക്കുന്ന ദ്രാവകം ഏതാണെന്നാണ് ചോദ്യം. സൂചകങ്ങൾ തന്നെയാണ് കേട്ടോ ആ ഫസ്റ്റ് ബോക്സിനകത്തുള്ളത്. അപ്പോൾ പദാർത്ഥങ്ങൾ ലയിക്കുന്ന ദ്രവം ഏതാണ്? ഗന്ധത്തിൻ്റെ കേസിൽ ശ്ലേഷ്മത്തിലാണ് അല്ലേ? മൂക്കിലേക്കൂടെ നിങ്ങൾ ശ്വാസം വലിച്ചു ഉള്ളിലേക്ക്. ആ സമയത്ത് മൂക്കിനകത്തുള്ള രാസഗ്രാഹികളുണ്ട്. അതായത് അവിടെ ശ്ലേഷ്മസ്തരം എന്തുൽപ്പാദിപ്പിക്കുന്നു? ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ശ്ലേഷ്മത്തിലാണ് ആര് ലയിക്കുന്നത്? ഈ ഗന്ധകണികകൾ ലയിക്കുന്നത്. അപ്പോൾ പദാർത്ഥങ്ങൾ ലയിക്കുന്ന ദ്രവം ഗന്ധത്തിൻ്റെ കേസിൽ ശ്ലേഷ്മവും രുചിയുടെ കേസിൽ ഉമിനീരും. ഇനി ഉദ്ദീപിപ്പിക്കുന്ന ഗ്രാഹി
ഗന്ധത്തിൻ്റെ കേസിൽ ഗന്ധഗ്രാഹി ഉദ്ദീപിക്കപ്പെടും, രുചിയുടെ കേസിൽ രാസഗ്രാഹി ഉദ്ദീപിക്കപ്പെടും. ദെൻ ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെത്തിക്കുന്ന നാഡി. ഈ ആവേഗങ്ങളെ ഉണ്ടാവുന്ന ഗ്രാഹികളിൽ നിന്നുള്ള ആവേഗങ്ങളെ ആര് ബ്രെയിനിലേക്ക് കൊണ്ടുപോകും? ഗന്ധത്തിൻ്റെ കേസിൽ ഗന്ധനാഡി, രുചിയുടെ കേസിൽ രുചിയുമായി ബന്ധപ്പെട്ട നാഡി. തീർന്നു. ഓക്കെ, ഇത്രയും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ത്വക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ത്വക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആയി. പിന്നെ മറ്റ് ജീവികളുടെ കേസാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അതിനടുത്ത ക്ലാസ്സിൽ നമ്മൾ വിലയിരുത്താമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മളൊരു ക്ലാസ് ടെസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് വെച്ച് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതായത് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സാം. ഓക്കെ, ഞാൻ അതിൽ ആദ്യം ക്വസ്റ്റ്യൻസ് മാത്രമേ തരുള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. അടുത്ത ക്ലാസ്സിൽ മാത്രമേ നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. നല്ല രീതിയിൽ ഡേ ബൈ ഡേ പ്രിപ്പയർ ചെയ്ത് പോവുക. ദയവ് ചെയ്ത് കുന്നുകൂട്ടി വെക്കരുത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ലെങ്തിയാക്കി കൊണ്ടുപോകുന്നുണ്ടെന്നറിയാം. നിങ്ങളെ കുറച്ച് ബോറടിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ക്ലാസ് കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ.